ഇന്നത്തെ അറിയിപ്പുകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചു. പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിബിജി റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിലായി. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിബിജി റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ വിബിജി റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാവൂ. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. വിബിജി റാംജി പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അംഗനവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, സർക്കാർ സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവയും കരടിലുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ ഇത് 125 കേരളത്തിൽ ദിവസവേതനം 401 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ കാർഡിന് പ്രാബല്യം തുടരും. പുതിയ പദ്ധതിയുടെ കാർഡ് ലഭിക്കുന്നതുവരെ EKYC ചെയ്ത നിലവിലെ കാർഡുകൾ ഉപയോഗിക്കാമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടാൻ അദാനി ഗ്രൂപ്പ്. നിയമസഭയിലെ മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിന് പിന്നാലെയാണ് നീക്കം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഓഹരികൾ കൈമാറാൻ അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി നിർബന്ധമാണെന്നും സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് ഓഹരികൾ വിൽക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. Any change in ownership without the prior approval of the authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്തൊരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരിത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% ഓർ മോർ ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ കൺസെഷനെയർ വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂട്ട് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഇതിനു പിന്നാലെയാണ് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിൽ സർക്കാരിന്റെ അനുമതി തേടാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി തേടുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ആഗോള കപ്പൽ ഗതാഗത കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്സും തമ്മിൽ 49% ഓഹരികൾ കൈമാറാൻ ധാരണയിലെത്തിയതായും ഇതിലൂടെ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം എത്തുമെന്നുമായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട്. അതേസമയം വിഴിഞ്ഞം പോർട്ടിലെ വിദേശ നിക്ഷേപത്തിൽ പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിച്ചു. 49% ഓഹരി MSCക്ക് കൈമാറുന്നത് കുത്തകയ്ക്ക് അവകാശം നൽകുന്നതുപോലെയാകുമെന്നും സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനം കുറയുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനു പിന്നാലെ നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാൻ KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കും. സ്വകാര്യ ബസ്സുകാർക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാനാണ് നീക്കം. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിനെ തുടർന്ന് നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാൻ KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കും. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചോടിയിരുന്ന റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകാർക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാസമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് തീരുമാനം. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യയാത്ര അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലാണെന്നതാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ ബസ്സുകാരുമായി റൂട്ട് പങ്കിടുന്ന മേഖലകളിൽ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച ശേഷം സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ പ്രതിദിനം 1500 മുതൽ 2000 രൂപ വരെ കുറവുണ്ടാകുന്നതായി ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.